എത്ര കക്ഷികളുണ്ടായി ലോകത്ത്, എത്ര വിഭാഗം ആളുകൾ ഇങ്ങനെയുണ്ടായി. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ നിലക്ക് സമൂഹം ഇങ്ങനെ പഴച്ചു പോകാൻ തുടങ്ങിയപ്പോ ഓരോരുത്തരും ഖുർആൻ ആയത്തോതുന്നു. നിങ്ങൾ നോക്കൂ, ഇന്നും അങ്ങനെ തന്നെയാണ്. നിസ്കാരം ഇല്ലെന്ന് പറയുന്നവനും തെളിവ് ഖുർആനാണ്. നിസ്കാരമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. നിസ്കാരമൊന്നും വേണ്ട, ദിക്ർ മതി എന്നാണ്. ദിക്ർ മതി, നിസ്കാരമൊന്നും വേണ്ട എന്ന് പറയുന്ന ത്വരീഖത്ത് കമ്പനി ഉണ്ട്. അവർക്കെന്താ തെളിവ്? ഖുർആൻ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ നിന്റെ റബ്ബിനെ ആരാധിച്ചോ, ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് നല്ല ഉറപ്പ് വരുവോളം. ഞങ്ങൾക്ക് നല്ല ഉറപ്പായിക്കണ്, ഞങ്ങൾക്ക് നല്ല ഉറപ്പായി. നീ നിസ്കാരമൊന്നും വേണ്ട, നീ ഞങ്ങളിങ്ങനെ ദിക്ർ ചൊല്ലിയാ മതി. പിന്നെ അഖിമി സ്വലാത്ത ലിദിക്രി, നിസ്കരിക്കാൻ പറഞ്ഞ എന്തിനാ? ലിദിക്രി, എന്നെ ഓർക്കാം. അപ്പൊ ളുഹുറിന്റെ സമയം ഞങ്ങൾ ഒരു 10 സുബ്ഹാനല്ലാഹ്, അസറിന്റെ നേരായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കഴിഞ്ഞു. നിസ്കാരമൊന്നും വേണ്ട. അത് പറയുന്ന കക്ഷികൾക്കും തെളിവ് ഖുർആനാണെന്ന് ഓർക്കണം. മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ശപിക്കപ്പെട്ടവനായ, അതാ പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിൽ ജനിച്ച ഖാദിയാൻ ഗ്രാമത്തിൽ വളർന്ന മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന മനുഷ്യൻ കള്ളനബിയാണ്. അവൻ നുബുവത്ത് വാദിച്ചു. ഖാദിയാനികൾക്കും തെളിവെന്താണ്? ഖാദിയാനി നബിയാണെന്നതിന് ഖാദിയാനിക്കും തെളിവ് ഖുർആന് തന്നെ. 3 വഖത്ത് നിസ്കാരം മതി, 5 നേരം നിസ്കാരം വേണ്ട എന്ന് പറയുന്ന, ഇപ്പോൾ എവിടെയോ കാണാതായി പോയിട്ടുള്ള ചേകനൂരെന്ന് പറയുന്ന കക്ഷിക്കും തെളിവ് ഖുർആൻ തന്നെ. തെളിവ് ഖുർആൻ തന്നെ. ജൂതനോ ക്രിസ്ത്യാനിയോ അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന് മർക്കസുൽ ബിശാറയുടെ അഥവാ മഞ്ചേരിയിലെ ഫാദർ അലവി അടക്കമുള്ള ക്രൈസ്തവ മിഷണറിമാരുടെ കമ്പനികൾക്ക് ജൂതനും ക്രിസ്ത്യാനിയുമല്ലാതെ സ്വർഗത്തിൽ കടക്കൂലാന് ഖുർആനിലുണ്ട് എന്ന് ആയത്താണ് പാതിരിയും ഓതുന്നത്. അപ്പൊ ജൂതനും ക്രിസ്ത്യാനിയും അല്ലാതെ സ്വർഗത്തിൽ കടക്കൂലാന്നുള്ള പാതിരിക്ക് തെളിവും ഖുർആൻ. നിസ്കരിക്കണ്ടെന്ന് പറയുന്നവനും തെളിവ് ഖുർആൻ. നിസ്കാരമൊക്കെ വേണം, പക്ഷെ 5 വേണ്ട 3 മതി എന്ന് പറയുന്നവനും തെളിവ് ഖുർആൻ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനല്ല, ഇനിയും നബിമാര് വരും എന്ന് പറയുന്ന ഖാദിയാനി അടക്കമുള്ളവർക്ക് തെളിവും ഖുർആൻ. എല്ലാവർക്കും തെളിവ് ഖുർആൻ. ഇങ്ങനെ പിന്നെ എങ്ങനെ ആളുകൾ കാര്യം ഗ്രഹിക്കുക? ഈ ഒരു സന്നിഗ്ധ ഘട്ടം വന്നപ്പോ മഹാന്മാരായ പണ്ഡിതന്മാര് ഒരു നിയമമുണ്ടാക്കി. ഖുർആൻ ഇങ്ങനെ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഖുർആൻ മനസ്സിലാക്കാൻ അതിന് ചില മാനദണ്ഡം വേണം. നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം. ഖുർആൻ മനസ്സിലാക്കാൻ, ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാര് നിശ്ചയിച്ചു. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ ആമുഖത്തിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ അദ്ദേഹം ചില നിയമങ്ങൾ ഗൗരവത്തോടെ പറയുന്നുണ്ട്. എന്താ നിയമം? എന്താ നിയമം? ഖുർആൻ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഓരോരുത്തരും ഖുർആൻ ആയത്തിന്റെ ഓരോന്നിട്ട് അവരവർക്ക് തോന്നിയതുപോലെ അർത്ഥം വെച്ചാൽ ശരിയാവുമോ? എന്താ അതിനൊരു നിയമമുണ്ടോ? നിയമല്ലേ? ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് ഓരോരുത്തർ വായി തോന്നിയിട്ട് സ്റ്റേജുമ കയറിയിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ 10-100 ആയത്തോതന കാലാണ്. ചിന്തിക്കണം നമ്മൾ, എവിടുന്ന് കിട്ടി ഇവന്മാർക്കിത്? നാം ആലോചിച്ചു നോക്കൂ. ഇസ്ലാമിനൊരു നിയമമുണ്ട്. എന്താ നിയമം? ഇന്ന സഹ തുറുഖ് ഫീ ദാലിക, ഇതിലേറ്റവും ശരിയായ മാർഗം എന്താണ്? ഖുർആൻ തഫ്സീർ ചെയ്യാനുള്ള ഏറ്റവും ശരിയായ മാനദണ്ഡം എന്താണ്? ഒന്നാമത്തെ മാനദണ്ഡം അൻയുഫസ്സറൽ ഖുർആനു ബിൽ മാർഗം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിനൊരു സ്വഭാവമുണ്ട്. ഒരു സ്ഥലത്ത് മൊത്തത്തിൽ പറഞ്ഞത് വേറെ സ്ഥലത്ത് അല്ലാഹു തആല അതിങ്ങനെ വ്യാഖ്യാനിച്ചു പറയുന്ന ശൈലിയുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് അല്ലാഹു ഒരു കാര്യത്തെ നിരുപാധികമാണ് പറഞ്ഞതെങ്കിൽ വേറെ ചില സ്ഥലത്തെത്തുമ്പോ അതേ കാര്യത്തിന് തന്നെ ഉപാധി നിശ്ചയിച്ചതായി കാണാം. ഇങ്ങനെ ഖുർആനിലെ ഒരായത്ത് മനസ്സിലാക്കാൻ വേറെ ആയത്തുകളുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അപ്പൊ ഖുർആൻ മനസ്സിലാക്കാനുള്ള ആദ്യത്തെ വഴി, ഖുർആൻ ആദ്യം മനസ്സിലാക്കേണ്ട മാർഗം, ഖുർആനിൽ തന്നെ അതിന് വല്ല തഫ്സീറും വന്നിട്ടുണ്ടോ? ഇതില്ലെങ്കിൽ ഫഇന്നഅയ്യാകദാലിക, ഇങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ, ഖുർആനിൽ തഫ്സീർ ഇല്ലെങ്കിൽ ഫഅലൈക ബിസുന്നതി, പിന്നെ നോക്കേണ്ടത് സുന്നത്തിൽ എന്താ വന്നത്, ഹദീസിൽ എന്താ വന്നത്. ഇത് നമ്മൾ നോക്കണം എന്നല്ല പറയുന്നത്, പണ്ഡിതന്മാര് നോക്കണം. ഇൽമുള്ള ആളുകൾ അതാ ചെയ്യേണ്ടത്. എന്റെ സുന്നത്തിൽ നോക്കാൻ കാരണം, സുന്നത്ത് ഫഇന്നഹാ ശാരിഹത്തുൻ ലിൽ ഖുർആനി വമുവദ്ദിഹത്തുൻ ലഹു, ഖുർആനിനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് സുന്നത്താണ്.
കണ്ടോ, അള്ളാഹുവിന്റെ റസൂല് വിധിച്ചത് മുഴുവനും ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഓ നബിയേ, നിങ്ങൾക്ക് നാം ഈ ഖുർആനിനെ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് നീ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറക്കിക്കൊടുത്തത് നബി ആ ഖുർആൻ മാത്രം അങ്ങോട്ട് എത്തിച്ചേരാനല്ല, ആ ഖുർആനിൽ ഓരോ ആയത്തിന്റെയും ഉദ്ദേശ്യങ്ങൾ ഗ്രഹിക്കപ്പെടാത്തതുണ്ടെങ്കിൽ അത് വ്യാഖ്യാനിച്ചു തരേണ്ട ഡ്യൂട്ടി കൂടി ആർക്കുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ട്. ആ നബി എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? നബി സ്വന്തം ഇഷ്ടപ്രകാരമാണോ വ്യാഖ്യാനം? അല്ല, വ്യാഖ്യാനവും അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. കാരണം വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി തങ്ങൾ ഒന്നും സംസാരിക്കാറില്ല. അപ്പൊ ഖുർആൻ ആയത്ത് ഓതിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത് എന്നാ പിന്നെ രണ്ടാമത് നോക്കേണ്ടത്. ഇനിയാ ഇദാലം നജിദ് തഫ്സീറ ഫിൽ ഖുർആനി വലാ ഫിസ് സുന്നത്തി, ഖുർആനിലും തഫ്സീർ കാണുന്നില്ല സുന്നത്തിലും കാണുന്നില്ലെങ്കിൽ എന്നാ പിന്നെ നമ്മളെ വകയായിട്ട് പറയാമോ? ഇല്ല. റജഅനാ ഫീ ദാലിക ഇലാ അഖ്വാലി സ്വഹാബ, സ്വഹാബത്ത് എങ്ങനെ ഈ ആയത്ത് മനസ്സിലാക്കി എന്നാണ് പിന്നെ നോക്കേണ്ടത്. എന്തേ കാരണം? ഫഇന്നഹും അദ്റാ ബിദാലിക, ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരാണല്ലോ സഹാബിമാര്. ആ സ്വഹാബത്ത് എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയത് അതുപോലെയാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ല? മൂന്നാമത്തെ മാർഗത സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. കാരണം അവർക്കാണ് നല്ല ഇൽമുള്ളവർ, അവരാണ് നല്ലവർ, അവരാണ് ഉത്തമന്മാർ. അവർ മനസ്സിലാക്കിയത് എങ്ങനെയെന്ന് പരിശോധിക്കണം. ഇനിയോ നാലാമത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇദാലം നജിദ് തഫ്സീറ ഫിൽ ഖുർആനി, ഖുർആനിൽ കാണുന്നില്ല, വലാ ഫിസ് സുന്നത്തി, സുന്നത്തിലും കാണുന്നില്ല, വലാ വജത്തഹു അനി സഹാബത്തി, സഹാബത്തിന്റെയും വ്യാഖ്യാനം കാണുന്നില്ലെങ്കിൽ എന്നാ പിന്നെ നമ്മളൊക്കെ തന്നെ വലിയ ആലിമീങ്ങളാണ്, നമുക്കങ്ങട്ട് അർത്ഥം പറയാമെന്നാണോ? പാടില്ല കേട്ടോ. ഫഖദ് റജഅ കസീറും മിനൽ അയിമ്മത്തി ഫീ ദാലിക ഇലാ അഖ്വാലി താബിഈൻ, സ്വഹാബത്തിനെ കണ്ടു വളർന്ന താബിഈങ്ങൾ എന്താണോ മനസ്സിലാക്കിയത്, അവർ ഈ ആയത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇതാണ് ഇസ്ലാമിനെതിരൊരു മാനദണ്ഡം.